തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ പറഞ്ഞ ഉപകരണ പ്രതിസന്ധിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന് ഫേസ്ബുക്കിൽ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് ആരോഗ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പിന്തുണയാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടി മുഖപത്രത്തിൽ ഹാരിസിനെതിരെ എഴുതുന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ പറയുന്ന രീതിയിൽ ഇത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്നതായി പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നു. ഹാരിസ് ഹസൻ പറഞ്ഞ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ ഹാരിസ് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അവിടെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ഉണ്ടായപ്പോഴാണ് തുറന്നു പറയാൻ തീരുമാനിച്ചത്. തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്നും പറയുന്നു ഡോക്ടർ ഹാരിസ് ഹസൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വേറെ മാർഗം ഇല്ലാതാകുമ്പോഴാണല്ലോ, മാർഗം മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എല്ലാ രീതികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി അന്വേഷിച്ച ഈ പറയുന്ന അന്വേഷണ സമിതി ഇന്നിപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകും. അതിനിടെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ പാർട്ടി മുഖപത്രം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഡോക്ടർ ഹാരിസ് ഹസനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്യുകയാണ്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി ഇതിനോട് പ്രതികരണം ആരാഞ്ഞു. പക്ഷേ ആരോഗ്യമന്ത്രി ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല. ഡോക്ടർ ഹാരിസ് ഹസൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം പറയുന്നത് തിരുത്തലിന് വേണ്ടിയാണെന്നും അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും ബ്യൂറോക്രസിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ആരോഗ്യമന്ത്രി നേരത്തെ സമ്മതിച്ചതാണ്. ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഡോക്ടർ ഹാരിസ് ഹസനെ തള്ളിപ്പറഞ്ഞ പശ്ചാത്തലത്തിൽ ആ മുൻ നിലപാട് ഒരുപക്ഷെ പിന്തുണയാണോ എന്ന് സംശയിപ്പിക്കുന്ന ആ നിലപാട് ആവർത്തിക്കാൻ വീണ ജോർജ് ഇപ്പോൾ തയ്യാറല്ല, ആരോഗ്യമന്ത്രി തയ്യാറല്ല. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, നമ്മൾ ദ വെരി ഫസ്റ്റ് ഡേ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം ആത്മാർത്ഥം നിഴലിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ആദ്യ മണിക്കൂർ മുതൽ നമ്മൾ ചോദിക്കുന്നതാണ്, ഡോക്ടർ ഹാരിസ് ഹസനെ ബലി കൊടുക്കുമോ അതോ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിലേക്ക് സമഗ്രമായി ശ്രദ്ധിച്ച് സത്വരമായി അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി പാവങ്ങളായ രോഗികൾക്ക് ഡോക്ടർ ഹാരിസ് ഹസൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ഏത് ഡോക്ടറും ആഗ്രഹിക്കുന്നത് പോലെ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ദൗർഭാഗ്യവശാൽ ഡോക്ടർ ഹാരിസ് ഹസനെ ബലിയാടാക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഭയക്കാറായി പ്രതീഷ്. ആഷ്മി, തീർച്ചയായും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച പരാതികൾ അംഗീകരിക്കുമ്പോഴും മറ്റൊരു വശത്ത് ഡോക്ടറെ ബലിയാടാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആരോഗ്യമന്ത്രിയും ഒപ്പം പാർട്ടി സെക്രട്ടറിയും പാർട്ടി മുഖപത്രവും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ മന്ത്രിയും ഉൾപ്പെടെ ഹാരിസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ഡോക്ടർ ഉന്നയിച്ച കാര്യങ്ങൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യമാണെങ്കിൽ പോലും അത് ആരോഗ്യ സംവിധാനത്തെ ഒന്നടങ്കം കളങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ള നിലപാടാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ അത് അവതരിപ്പിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്ന നിലപാടാണ് സർക്കാരിനും CPM-നും ഉള്ളത്. അത് ആരോഗ്യ സംവിധാനത്തെ ആകെ മോശപ്പെടുത്തി എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ അപ്പോഴും തൻ്റെ നിലപാടിൽ ഡോക്ടർ ഹാരിസ് ഹസൻ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലപാടിനൊപ്പം എന്നതാണ് അദ്ദേഹം ഇന്ന് രാവിലെയും പ്രതികരിച്ചത്. മറ്റ് വഴികളില്ലാത്തത് കൊണ്ടാണ് താൻ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയത് എന്നതാണ് ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡിൻ്റെ ആ ഒരു അറ്റത്ത് എത്തിയപ്പോഴാണ് തൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രതികരണം ഉണ്ടായത് എന്ന് ഹാരിസ് ഹസൻ പറയുമ്പോൾ എത്രത്തോളം പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു എന്ന ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. താൻ ഒരിക്കലും ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എതിരെ അല്ല സംസാരിച്ചത്. തൻ്റെ പ്രതികരണം അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായത് ബ്യൂറോക്രസിക്കെതിരെയാണ്, സിസ്റ്റത്തിനെതിരെയാണ് താൻ പറഞ്ഞത്. അതിനെതിരെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, നടപടികൾ ഉണ്ടാകാം. ഇതൊന്നും തന്നെ താൻ മുഖവിലക്കെടുക്കുന്നില്ല. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം. പക്ഷേ അപ്പോഴും ഇനി എന്താകും ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ ഭാവി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എന്നതാണ് മന്ത്രി
പറയുന്ന കാര്യം ഒരുപക്ഷെ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തുടർച്ചയായി മാധ്യമങ്ങളെ അദ്ദേഹം കാണുന്നതിൽ വലിയ അതൃപ്തി സർക്കാരിനും ആരോഗ്യ വകുപ്പിനുമുണ്ട്. അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകാം. പക്ഷേ ആ നടപടി വന്നാൽ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വീഴ്ച ആർക്കാണ് ഉണ്ടായത് എന്നത് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അറിയാൻ കഴിയുക. ഈ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിൽ ആർക്കാണ് പിഴച്ചത് എന്ന് ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മന്ത്രി പറയുന്നു. മാത്രമല്ല മന്ത്രിയുടെ പ്രതികരണം ചില മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മന്ത്രിയുടെ വീട്ടിൽ ഏകദേശം 1 മണിക്കൂറോളം മാധ്യമങ്ങൾ കാത്തുനിന്നു. അപ്പോൾ മന്ത്രിയുടെ വീട്ടിൽ മറ്റൊരു മാധ്യമത്തിന് മന്ത്രി അഭിമുഖം നൽകുകയായിരുന്നു. പക്ഷേ എന്നിട്ടും മന്ത്രി പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളുടെ മുഖത്ത് പോലും നോക്കാതെ മന്ത്രി അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. തിരഞ്ഞെടുത്ത മാധ്യമങ്ങൾക്ക് മാത്രം മന്ത്രി അഭിമുഖം കൊടുക്കുന്നു, അല്ലാതെ പ്രതികരിക്കാനില്ലെന്ന ഒരു നിലപാടാണ് ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്നത്. അത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെയാണ്. ആദ്യഘട്ടത്തിൽ ഈ വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ വ്യക്തിപരമായ സെലക്ഷനാണ്. അത് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അതിനുണ്ട്. അസുഖകരമായ ചോദ്യങ്ങളെ ഒഴിവാക്കി സുഖകരമായ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുക എന്ന് പറയുന്നതിൽ അതിൽ കുറ്റം പറയണ്ട. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് 100% ശരിയാണ് എന്ന് ഈ ദിവസങ്ങളിൽ കേരളത്തിന് ബോധ്യപ്പെടുന്നത് ഹൈദരാബാദിൽ നിന്നും അടിയന്തരമായി ഉപകരണങ്ങൾ എത്തി മുടങ്ങിപ്പോയ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുമ്പോഴാണ്. ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്, ഞാൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബ്യൂറോക്രസിക്ക് പിന്നാലെ നടന്ന് ചെരുപ്പ് തേഞ്ഞു പോയതിന് എൻ്റെ പക്കൽ കൃത്യമായ തെളിവുണ്ട്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഹാർഡ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന വിദഗ്ധ സമൂഹത്തിന് മുന്നിൽ അത് മൊത്തം ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ ഒരു വാക്കുകൾ പോലും കേവലം ആരോപണങ്ങളല്ല, അത് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് തെളിവ് സഹിതമാണല്ലോ ഡോക്ടർ ഹാരിസ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടി എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം കടന്ന കൈയാകും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ. പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും വിദഗ്ധ സമിതി വളരെ വിശദമായാണ് ഡോക്ടർ ഹാരിസ് ഹസനിൽ നിന്ന് മൊഴിയെടുത്തത്. കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട പല ഓഫീസുകളും കയറിയിറങ്ങുകയും അപേക്ഷ നൽകുകയും ചെയ്തു എന്ന് ഹാരിസ് ഹസൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രേഖാമൂലമുള്ള തെളിവുകളും ഈ വിദഗ്ധ സമിതിക്ക് മുമ്പാകെ അദ്ദേഹം കൈമാറിയെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനു പുറമെ മന്ത്രിയുടെ ഓഫീസിലെ മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും തന്നെ നടപടി ഉണ്ടായില്ല. പക്ഷേ നടപടി ഉണ്ടായത് അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായപ്പോൾ മാത്രമാണ് ഒരു നടപടി ഉണ്ടായത്. അദ്ദേഹം പ്രതികരണങ്ങളിൽ പറയുന്നത് ഇതുവരെയും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം താൻ പരസ്യ നിലപാടെടുത്തതോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണ് വളരെ ശരവേഗത്തിൽ തന്നെ ആശുപത്രിയിൽ ഉപകരണങ്ങൾ എത്തിയത്. ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് രാവിലെയോടുകൂടി ഈ ഉപകരണങ്ങൾ എത്തുന്നതിൽ മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു പ്രതിസന്ധി ആശുപത്രിയിൽ നിലനിൽക്കുന്നു. ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടതും അടിയന്തരമായി മരുന്ന് ആശുപത്രി എത്തിച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞതും. അതിൻ്റെ അർത്ഥം തന്നെ ആ ഒരു പ്രശ്നം, ഡോക്ടർ ഉന്നയിച്ച പ്രശ്നം അവിടെ നിലനിന്നിരുന്നു, അതിൽ വാസ്തവമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഡോക്ടറെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് മറ്റ് പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. അതിൽ ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇന്ന് ഈ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകമാവുക. മന്ത്രി ശരിയല്ല എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ മന്ത്രി ശരിയാക്കുമോ അതോ ഡോക്ടറെ ശരിയാക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഹാഷ്മി.